പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, നല്ല ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ തന്നെ എരിവോട് കൂടിയ നല്ല അടിപൊളി ഒരു ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫാൻ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കാനും, ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ് ചെയ്യാനും, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുതേ. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ഒരു 1.5 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് നിറം മാറി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം പുളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ എണ്ണയ്ക്കകത്തൊന്ന് വറുത്ത് കോരുക. ഇതിൻ്റെ നിറമെല്ലാം ഒന്ന് മാറി നല്ലപോലെ മുളകൊക്കെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതാ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതൊന്ന് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടിക്കുന്ന ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം മാവിൽ നമ്മൾ ദോശയ്ക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് തരിതരിപ്പായിട്ട് ഒരുപാട് അങ്ങ് പേസ്റ്റായി പോവാതെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇത് വറുത്തെടുത്ത ഓയിൽ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തേക്കുന്നത്. അത് നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മസാല നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നിങ്ങൾ ഇത് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശപ്പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനൊന്ന് ചൂടായി വരട്ടെ. മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എത്രത്തോളം നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നൈസായിട്ട് ചുട്ടെടുക്കുമ്പോഴാണ് ഈ ദോശയ്ക്ക് നല്ല ടേസ്റ്റും നല്ല കറുമുറാന്ന് തിന്നാൻ പറ്റും കേട്ടോ. നല്ല മൊരിഞ്ഞ ദോശ കിട്ടും. അപ്പം ദോശമാവ് ഒഴിച്ചു ഒന്ന് മാവ് ഉണങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ അത് നമുക്കിതിലേക്ക് നല്ലപോലെ എല്ലാ ഭാഗത്തും ഒന്ന് കിട്ടത്തക്ക രീതിയിലൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഓയിലോ നെയ്യോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതൊഴിച്ച് നല്ലപോലെ മൊരിച്ചെടുക്കുക. നല്ലപോലെ മൊരിഞ്ഞ് വരുന്നവരെ നോക്കി നല്ലപോലെ മൊരിച്ചെടുക്കുക. അതാ ഇതുപോലെ നല്ല മൊരിച്ചെടുത്ത് ചൂടോടെ കൂടി കഴിച്ചാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ കല്ല് നല്ലപോലെ ചൂടായതുകൊണ്ട് ഞാൻ ഒരല്പം വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ടവൽ കൊണ്ട് തുടച്ച് മാറ്റിയതിന് ശേഷം അപ്പോൾ കല്ലിൻ്റെ ചൂട് കുറഞ്ഞ് കിട്ടും. ഇനി മാവ് ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ പരത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ദോശയും മാവ് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ചേർത്ത് നല്ലപോലെ എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നല്ലപോലെ മൊരിച്ചെടുത്താൽ അടിപൊളിയായിട്ടുള്ള നമ്മൾ ഗാർലിക് നല്ല കാരദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ തരാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല മണവും സ്വാദുമാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.